ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ലുബ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ക്രിസ്മസ് ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രിസ്മസ് റീത്ത് എങ്ങനെ ചെയ്യാം, അതായത് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ എപ്പോഴും വലിച്ചെറിയുന്ന സാധനങ്ങൾ കുറച്ച് എടുത്ത് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു റീത്ത് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് റിംഗ് ആയിട്ട് എടുക്കുന്നത് ഇത് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ക്ലോക്കിൻ്റെ ആ ഒരു ഫ്രെയിമാണ്. അത് പൊട്ടിപ്പോയതായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചും പിന്നെ അതാ നമ്മുടെ ടിഷ്യൂ റോള് യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊട്ടിപ്പോയിട്ടുള്ള ഈ ഒരു ഫ്രെയിം നമുക്കൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് ഞാൻ ആദ്യം ഈ ഒരു ഫ്രെയിം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതുപോലുള്ള ഒരു ടാപ്പ് യൂസ് ചെയ്തിട്ട് ആദ്യം ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എന്തിൻ്റെ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെ എനിക്ക് എവിടെ നിന്നൊന്ന് കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാൻ കിട്ടിയ സമയത്ത് വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ അതെനിക്ക് അറിയില്ല അത് യൂസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. കണ്ട, ഇതാണ് ഇപ്പോൾ നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു റിങ് എന്ന് പറയുന്നത്. ഇത് ചെയ്തെടുത്ത് അപ്പം ഇത് നിങ്ങൾക്ക് ഈ ഒരു ടാപ്പ് ഇത് എന്തിൻ്റെ ടാപ്പാണെന്ന് അറിയില്ല, എനിക്ക് എവിടെ നിന്ന് കളഞ്ഞ് കിട്ടിയതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് നമ്മൾ ഉള്ളിയൊക്കെ കൊണ്ടുവരുന്ന ചാക്കില്ലേ, അതായത് കുറച്ച് ഗ്യാപ്പ്, നല്ല ഗ്യാപ്പ് ഉണ്ട്, അങ്ങനത്തെ ചാക്ക് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഇതന്നെ ആവശ്യമല്ല, മറ്റേ സാധാരണ ചാക്കിനെക്കാട്ടിലും നല്ലത് അതാണ്, കുറച്ചും കൂടെ ഒരു ഭംഗി നമുക്ക് തോന്നാം. അപ്പം ഇതിപ്പോൾ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലാക്ക് കളറിൽ ഒന്ന് സ്പ്രേ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതുപോലെ കുറച്ച് മാലമുത്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് റെഡ് സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഈ റീത്തിലേക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലുള്ള കുറച്ച് ടിഷ്യൂ റോൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നല്ലൊരു ഫ്ലവർ ആക്കി എടുക്കാൻ പറ്റും. അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഗ്ലൂ കൈമേലായി കഴിഞ്ഞാൽ പൊള്ളും. അപ്പം അതെന്തായാലും ശ്രദ്ധിക്കണം. നമ്മുടെ ഇതുപോലുള്ള ടിഷ്യൂ റോൾ യൂസ് ചെയ്ത് നല്ലൊരു അടിപൊളി ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡ് കളറാണ് ഇതിന് ചെയ്ത് കൊടുക്കുന്നത്. സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി
ഇതാ ഇതുപോലുള്ളൊരു ചെടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പീസ് നമുക്ക് നന്നായിട്ട് കളർ ചെയ്ത് കൊടുക്കുക. അത് കുറച്ച് കളർ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയം ഇത് കുറച്ച് കാലം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഉണങ്ങി പോകുകയൊന്നും ചെയ്യാതെ തന്നെ. ഇവിടെ എനിക്ക് വില്ലൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അക്രിലിക് പെയിൻറ്റിലുള്ള ഒരു വാഴപ്പച്ച കളറാണ് അധികവും കാണാറുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ബ്ലാക്ക് കളറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കളർ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. ഇനി ഞാൻ ആ സമയം ഇതുപോലെ നമ്മുടെ കുറച്ച് പഴത്തൊലിയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊരു 3-4 മാസം മുമ്പ് തന്നെ എടുത്ത് വെച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ തന്നെ എടുക്കണം. അപ്പോൾ നല്ല വെയിൽ, ഇവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ലതായിട്ട് അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു 3-4 മാസമായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ അബ്സോർബായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലൊരു ലീഫ് ഷെയ്ഡ് കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇതിൽ ഗോൾഡൻ കളറ് സ്പ്രേ പെയിൻ്റ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓരോ ലീഫിലും ഇതുപോലെ ചെറിയൊരു കമ്പി നമുക്ക് ഗ്ലൂ യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ ചെറിയ ജൂട്ട് യൂസ് ചെയ്തിട്ട്, ജൂട്ടിൻ്റെ ലേസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയ റോസ് ഫ്ലവേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ റീത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു റിങ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ ഗ്ലൂ യൂസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ടേബിളിന് മുകളിൽ എന്തെങ്കിലും പേപ്പറൊക്കെ വിരിച്ചിട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ അവിടെയൊക്കെ പിന്നെ നാശമാവും ഗ്ലൂവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഓരോന്നായിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എടുക്കാൻ പോകുന്ന ഈ ഒരു ചെടീൻ്റെ ഈ ഒരു കായിൻ്റെ ഈ ഒരു സംഭവമാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ചെടീൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അത് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു താഴത്ത് വില്ലൻ്റെ അടുത്ത് മുറ്റത്തൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഞാൻ പെറുക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് ഒരുപാട് കാലം നമുക്ക് കേടാവാതെ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്തും ഒരുപാട് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് പിന്നെ ഞാനിതിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ഐറ്റം. ഇതിലേക്ക് ഞാൻ ജൂട്ട് ഇതുപോലെ ലീഫ് പോലെ കട്ട് ചെയ്തിട്ട് ഇതും കൂടെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്പേസിലേക്കും കൂടെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രിസ്മസ് റീത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഫുള്ള് ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്തെടുത്താണ്. അതുപോലെ നിങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാനെടുത്ത സെയിം ഐറ്റംസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. അപ്പം ഈ ഒരു ഔട്ട്ലൈൻ ഞാൻ കാണിച്ചതെന്നാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളടുത്ത് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്ത് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് കാണാം. നല്ല ഭംഗിയില്ലേ? പെട്ടെന്ന് കാണുമ്പോൾ ആരും പറയില്ല നമ്മളെ കുറേ ചെറിയ സാധനങ്ങളൊന്നും യൂസ് ചെയ്താന്നല്ലേ. അപ്പം ഒരു ക്രിസ്മസിന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനും ക്രിസ്മസ് റീത്തായിട്ടല്ല നമുക്കൊരു ഹോം ഡെക്കർ അല്ലെങ്കിൽ റൂം ഡെക്കറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി റീത്താണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ
ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇതുപോലൊരു ഇത് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ അത് ഗ്രേ കളറിലാവും. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്ന കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് തുടർന്ന് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ടൈപ്പ് വീഡിയോസാണ് ഞാൻ ഇനി ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ ലുബ്നാസ് ക്ലൗഡ് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ മെസ്സേജ് ചെയ്യുക. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.